ഇന്ന് വൈകിട്ടത്തെ പിള്ളേരുടെ സ്നാക്സാണ് ഈ കാണുന്ന ഫിഷ് കട്ട്ലറ്റ്. ആദ്യം തന്നെ ഞാൻ കുറച്ച് ബ്രെഡ്, ഒരു 2 പീസ് ബ്രെഡ് എടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുത്തു. പിന്നെയുള്ളത് 2 ഉരുളക്കിഴങ്ങ് എടുത്ത് അതൊന്ന് വേവിക്കാനും വെച്ചു. കുറച്ച് നല്ല പച്ചമീനാണ്, അതും ഒന്ന് ഉപ്പും കുരുമുളകും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ വെച്ചു. മീൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, അതൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഉരുളൻകിഴങ്ങ് വെന്ത് വന്നത് അത് നന്നായിട്ടൊന്ന് പൊടിച്ച് നല്ലതായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഒരു ശകലം പോലും കട്ടയില്ലാതെ നല്ലതായിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്ത് മാറ്റി വെച്ചു. ഇനി കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു സവോള ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുരുമുളക്, ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തു. വേവിച്ച് വെച്ച കുറച്ച് ആ മീനിൻ്റെ പീസും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി. ഇനി ഇതിലേക്ക് ഞാൻ ആ പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ച് കുഴച്ച് വെച്ചതും കൂടെ ചേർത്തെടുത്തു. അപ്പോൾ അത് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി 2 മുട്ടയാണ്, അത് നന്നായിട്ടൊന്ന് ഉടച്ച് കട്ടയില്ലാതെ മാറ്റി വെച്ചു. ഇനി ആ മിക്സ് ചെയ്ത് വെച്ച ഫിഷിൻ്റെ ആ ഒരു മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊരു ഷേപ്പിൽ, ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി മുട്ടയ്ക്കകത്തൂടെ ഒന്ന് മുക്കി എടുത്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് ഇത്രയും പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ആ മുട്ടയിലോട്ടൊന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നും നന്നായിട്ട് മുട്ടയിൽ മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് ആദ്യം തന്നെ സെറ്റാക്കി വയ്ക്കാം. അത് കഴിഞ്ഞിട്ടാണ് അത് പൊരിച്ചെടുക്കാനായിട്ട് നിൽക്കുന്നത്. കുറച്ച് മെനക്കെട്ടാലും പിള്ളേർ നല്ല ഹാപ്പി ആയിട്ട് ഈവനിങ് അത് കഴിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇനി അടുത്ത് ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ട് ആവശ്യത്തിന് കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടാണ് ഓരോന്നും പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ പൊട്ടിയൊന്നും പോകാതെ നമ്മൾ കൊടുത്ത ആ ഷേപ്പിൽ തന്നെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് തീ ഇടേണ്ട ആവശ്യമില്ല. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ കുറച്ചിട്ടാൽ മാത്രം മതി. അപ്പോൾ അത് എല്ലാം ഓൾറെഡി എല്ലാം കുക്ക് ചെയ്തതാണ്, നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. പൊട്ടിപ്പോകാതെ കിട്ടി. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങ് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ പൊട്ടിപ്പോകാതെ കിട്ടും. അപ്പോൾ ഇന്നത്തെ പിള്ളേർക്കുള്ള സ്നാക്സ് ഫിഷ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ സ്നാക്കുകളുമായിട്ട് വീണ്ടും കാണാം.